ആരും കണ്ടിട്ടില്ല. നമ്മൾ ജനിക്കണ മുമ്പുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്ത് പറയാനാ? ഹിസ്റ്ററി ക്ലാസ്സിൽ ഒരിക്കൽ സാറ് എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കൊച്ചു പറയും, ഞങ്ങൾക്ക് ജനിക്കണതിന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയാനാ എന്ന് പറഞ്ഞ പോലെ നമ്മളാരും കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും കണ്ടതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ടോ? ബൈബിളിൽ ഇങ്ങനെ യേശു ഇടിച്ച് പൊളിച്ച്, ഇപ്പം നമ്മൾ കണ്ടവരെ കല്ലറയൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട്, അത് കണ്ടതായിട്ട് ആരും ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒരു പയ്യനെ എന്നോട് ചോദിച്ച്, യേശു ഉയർത്തെഴുന്നേറ്റിന് എന്താ തെളിവ്? ആരെങ്കിലും കണ്ട? സാധാരണ ഒരു കാര്യത്തിന് ഒരു തെളിവ് വേണ്ടേ? കണ്ട ദൃക്സാക്ഷി വേണ്ടേ? കഷ്ടപ്പെട്ടാ ഞാൻ ആ വാക്ക് പറഞ്ഞു, ഇനി പറയത്തില്ല. കണ്ട ഒരാൾ വേണ്ടേ? ഉയർത്തെഴുന്നേറ്റതായിട്ട് കണ്ട ഒരാള്. അപ്പൊ ഇവൻ പറയുക, അതിനെന്താ തെളിവ്? ആരാ കണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല എന്തായാലും പെണ്ണുങ്ങൾ ചെന്നപ്പോ അവിടെ തുറന്നു കിടക്കുമായിരുന്നല്ലോ, ക്രിസ്തുവിന്റെ ശരീരം ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഉയർത്തെഴുന്നേറ്റതാണ്. അപ്പൊ ഇവൻ പറയാം, അങ്ങനെ ചെന്ന് കണ്ട് ഇല്ലെന്നും പറഞ്ഞ് അത് ഉയർത്തിട്ട് ഇപ്പൊ ആരെങ്കിലും എടുത്തോണ്ട് പോയി എവിടെയെങ്കിലും കുടിച്ചിട്ടതാണെങ്കിൽ, അപ്പൊ ചെന്ന് നോക്കിയപ്പോ കല്ലറ തുറന്നു കിടക്കുന്നു, ശരീരം അവിടെ ഇല്ല എന്നും പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റാണെന്ന് തീർത്ത് പറയാൻ പറ്റത്തൊന്നുമില്ല. ഞാനും നോക്കിയപ്പോ ശരിയാ, ഇല്ലെന്നും പറഞ്ഞ് ഉയർത്തുന്ന എന്താ തെളിവ്? ഞാനൊന്ന് പരിഹി. ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞുണ്ടോ, ഒരു ഒഴുക്കിന് വേണ്ടി പറയുന്നതാ. അപ്പോ ശരീരം ആരും തന്നെ കണ്ടിട്ടില്ല. യേശു ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടവരാരുമില്ല. തെളിവെന്താണ്? തെളിവായിട്ട് കാണുന്നത് ഒഴിഞ്ഞ കല്ലറ. ഭാഗ്യത്തിന് കുറച്ച് തുണി അവിടെ യേശു വെച്ചിട്ട് പോയി. അപ്പോൾ ഒഴിഞ്ഞ കല്ലറ കിടക്കുന്നതും ശരീരം അവിടെ ഇല്ലാത്തതും അത് ഉയർത്തെഴുന്നേറ്റുള്ളതിന് തെളിവൊന്നുമല്ല. അത് ഇവൻ പറഞ്ഞ പോലെ ഒരു പക്ഷേ കുറേ ഗുണ്ടകൾ വന്ന് ഈ അവിടെ നിന്ന് പട്ടാളക്കാരെയൊക്കെ ക്ലോറോഫോം മണിപ്പിച്ചിട്ട് മയക്കി കെടുത്തിയിട്ട് എല്ലാം കൂടി കല്ല് ഉരുട്ടി മാറ്റിയിട്ട് എടുത്തോണ്ട് അതിനും സാധ്യതയുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താ തെളിവ്? ഒഴിഞ്ഞ കല്ലറ ഒരു തെളിവല്ല. നമ്മളൊക്കെ ഭയങ്കര വിശ്വാസത്തോട് ഉറക്കെ പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റെന്ന്. അങ്ങനെ അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം ഞാൻ ജസ്റ്റ് ഒരു 3 മുതലുള്ള ഏതാനും വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലനും ഒരു തെളിവില്ലാതെ ഇതങ്ങ് പറഞ്ഞു വെക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു തെളിവ് പറയാനുണ്ട്. എനിക്കൊന്നും പറയാനില്ലായിരുന്നു, അതുണ്ടായിരുന്നു, ഞാൻ പിന്നെ പതുക്കെ പറയാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇത്രയും പറഞ്ഞിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്ന കാര്യം എന്താ? തെളിവായിട്ട് പറയുന്നത് അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. അപ്പൊ പൗലോസ് അപ്പോസ്തലനോട് അതിന് യേശു എഴുന്നേറ്റത് ആരും കണ്ടില്ലല്ലോ, പിന്നെ എന്താ തെളിവെന്ന് ചോദിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ കണ്ടില്ല. യേശു കല്ലറ തകർത്ത് പുറത്തേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി കല്ലറയിൽ സംസ്കരിച്ച യേശുവിനെ ഞാൻ കണ്ടു. അവൻ കല്ലറ അത് ഞാൻ കണ്ടില്ല, പക്ഷെ കല്ലറയിൽ അടക്കിയവനെ വീണ്ടും ഞാൻ കണ്ടു. ഇപ്പൊ ഞാനതിങ്ങനെ ആലോചിക്കുമ്പോൾ ഓർക്കുമായിരുന്നു ഒരു സിനിമയിൽ കണ്ട കാര്യം. ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ചേട്ടാ അറിഞ്ഞ മറ്റേ ജോസ് ഉണ്ടല്ല, അവൻ ജയിലിൽ ചാടി. അപ്പൊ ഇയാൾ ചോദിക്കുന്നു, ഞാൻ ജോസ് ജയിലിൽ ചാടുന്നത് നീ കണ്ടോ? അപ്പൊ ഇയാൾ പറയുന്നു, ജോസ് ജയിലിൽ ചാടുന്നത് ഞാൻ കണ്ടില്ല, പക്ഷെ ജോസിനെ ഞാൻ കണ്ടു. ജയിലിൽ അടച്ചവൻ ജയിലിൽ ചാടാതെ എനിക്ക് അവനെ കാണാൻ പറ്റുമോ? ജയിലിൽ ചാടുന്നത് ഞാൻ കണ്ടില്ല, പക്ഷെ ജോസിനെ ഞാൻ കണ്ടു.
അപ്പൊ ഇയാൾ പറയുന്നത് അതൊരു പക്ഷെ ജോസ് ആയിരിക്കത്തില്ല. ഇല്ലടാ, ആ ജോസിന്റെ ചെവിയുടെ സൈഡിലായിട്ട് ഒരു വെട്ടുപാടില്ലേ, അത് ഞാൻ കണ്ടു, ഇതവൻ തന്നെ. അപ്പൊ ചാടുന്നത് കണ്ടില്ലെന്നും പറഞ്ഞ് അവന് നേരിട്ട് കണ്ടാ പിന്നെ ഉറപ്പല്ലേ അവൻ ജയിലിൽ ചാടാതെ എനിക്ക് അവനെ നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ ഉയർത്തുന്നത് കണ്ടില്ലെന്നും പറഞ്ഞ് ഉയർത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഉയർത്തത് കണ്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഉയർത്തവനെ കണ്ടു. പിന്നെ എന്താ ഉയർത്തയിൽ എനിക്ക് സംശയം. അപ്പൊ ഇത് ഉയർപ്പിനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, തെളിവെന്ന് പറയുന്നത് ഉയർത്തവനെ നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടുന്നതാണ്. ഇവിടെ നമ്മൾ തെളിവന്വേഷിച്ച് നടക്കേണ്ടവരല്ല. ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ പല ക്രിസ്ത്യാനികൾ പോലും ചോദിക്കുന്നു, വളർന്നു വന്ന പിള്ളേരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ എടുക്കലാണ്. അവരാരാണാവോ ഇങ്ങനെ ഒരുക്കി വിടുന്നത്? ഓരോ കാര്യത്തിനൊക്കെ ചെല്ലുമ്പോൾ വിശ്വാസത്തെ എതിർത്തുകൊണ്ട് നമ്മുടെ പിള്ളേർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നു ഓരോ കാര്യങ്ങൾ. ഒരുപക്ഷെ യേശു ഉയർത്തെഴുന്നേറ്റതിന് സാക്ഷ്യം വഹിക്കേണ്ട നമ്മൾ ഉയർത്തെഴുന്നേറ്റിന് എന്താ തെളിവെന്ന് ചോദിക്കുമ്പോ നമ്മൾ ചോദിക്കേണ്ടവരല്ല. ചൂടുള്ള ചോദിച്ചിട്ട് ഇതുവരെ എത്തില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ ചോദിക്കേണ്ടവരല്ല, മറിച്ച് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞവനാ, ഞാൻ കണ്ടതാണെന്ന് പത്രോസിനെയും പൗലോസിനെയും മറ്റു ശിഷ്യന്മാരെ പോലെയൊക്കെ പറയേണ്ടവനല്ലേ.